മലയാളം ഹിപ്പോപ്പിനെ രണ്ട് ഘട്ടമായി തിരിക്കാം. വേടന് മുൻപും ശേഷവുമെന്ന്. വേടന് മുൻപ് പ്രണയ നൈരാശ്യവും ബിടെക്കിൻ്റെ സപ്ലിയുമായി ചുറ്റിക്കറങ്ങിയ മലയാളം റാപ്പ് സംഗീതം അതിൻ്റെ ശരിയായ രാഷ്ട്രീയത്തിലേക്കെത്തിയത് വേടൻ്റെ വരവോടുകൂടിയാണ്. ഹിപ്പോപ്പിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ അത് കേവലം ഒരു സംഗീത രൂപമല്ലെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അമേരിക്കൻ ബ്ലാക്സിൻ്റെ ഇടയിൽ രൂപമെടുത്ത ഈ സംഗീത രൂപം അവർ നേരിട്ട വിവേചനത്തിനെതിരെയുള്ള പ്രതിഷേധമായാണ് ചരിത്രം അടയാളപ്പെടുത്തുന്നത്. ആ ചരിത്ര ദൗത്യം തന്നെയാണ് മലയാളക്കരയിൽ വേടൻ നിർവഹിക്കുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വേടൻ്റെ റാപ്പിനെക്കുറിച്ചും അതിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചുമാണ്. വീഡിയോയിലേക്ക് സ്വാഗതം. റാപ്പും പട്ടികജാതിക്കാരും തമ്മിൽ എന്താണ് ബന്ധമെന്നാണ് സംഘപരിവാർ നേതാവായ ശശികല ടീച്ചർ ചോദിച്ചത്. അതവർക്ക് റാപ്പിൻ്റെ ചരിത്രം അറിയാത്തതുകൊണ്ട് ചോദിച്ചതാണെന്ന് വ്യക്തമാണ്. റാപ്പിൻ്റെ പിറവിക്ക് പിന്നിലെ മൂലകാരണം വിവേചനം തന്നെയാണ്. വിശദമായി പറയാം. മനുഷ്യൻ്റെ കഷ്ടതകൾ മറികടക്കാൻ അവൻ തന്നെ കണ്ടെത്തിയ മരുന്നാണ് സംഗീതം. ഭാരമുള്ള ചരക്കുകൾ കയറ്റുകയും ഇറക്കുകയും ചെയ്യുമ്പോൾ ചുമട്ടുകാർ ഉണ്ടാക്കുന്ന പ്രത്യേക താളത്തിലുള്ള ശബ്ദങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അതിലൊരു സംഗീതമുണ്ടെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ആ വസ്തുവിൻ്റെ ഭാരം മറക്കാനും തൊഴിലാളികൾക്കിടയിൽ ഒരു ഐക്യമുണ്ടാക്കാനുമാണ് അങ്ങനെ താളത്തിൽ അവർ ശബ്ദമുണ്ടാക്കുന്നത്. നാടൻപാട്ട്, ഞാറ്റുപാട്ട്, വിപ്ലവഗാനങ്ങൾ, പടപ്പാട്ടുകൾ തുടങ്ങിയ എല്ലാ ഓഫ് ബീറ്റ് ശാഖകൾക്കും പിന്നിൽ കഷ്ടത മറികടക്കുക എന്നൊരു സംഗതി ഒളിഞ്ഞുകിടപ്പുണ്ട്. ഹിപ്പോപ്പിൻ്റെയും ചരിത്രം ഭിന്നമല്ല. തീർത്തും പൊളിറ്റിക്കലായ സംഗീത ശാഖയാണ് ഹിപ്പോപ്പ്. 1970-കൾ അമേരിക്കയിൽ വർഗവിവേചനം കൊടുകുത്തി വാണിരുന്ന കാലം. കറുത്തവനെ കണ്ടാൽ ഒരു വാക്കുപോലും മിണ്ടാതെ ആക്രമിച്ചിരുന്ന കാലം. രാജ്യത്ത് എന്തൊരു ക്രൈം നടന്നാലും ഉടനെ കറുത്തവനെ പ്രതിയാക്കുന്ന പോലീസ് വേട്ട നടന്നിരുന്ന കാലം. അങ്ങനെ ഒരു കാലത്തിൻ്റെ പ്രൊഡക്റ്റാണ് ഹിപ്പോപ്പ്. കറുത്ത വർഗക്കാരുടെ കഷ്ടതയിൽ നിന്നാണ് ഹിപ്പോപ്പ് രൂപം കൊള്ളുന്നത്. ആഫ്രിക്കൻ വംശജരെ മറ്റുള്ളവർ അടിമകളാക്കിയ കാലം മുതൽ സംഗീതം കറുത്തവർഗക്കാർക്കൊപ്പമുള്ള മരുന്നായിരുന്നു. ചാട്ടവാറടിയുടെ മുറിപ്പാടിൽ നിന്നൊഴുകുന്ന ചോരയുണക്കാൻ സംഗീതമല്ലാതെ മറ്റൊരു മരുന്ന് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അമേരിക്കയിലേക്ക് കുടിയേറിയവരുടെയും മരുന്ന് സംഗീതം തന്നെയായിരുന്നു. ക്ലീവ് ക്യാമ്പൽ എന്ന ആഫ്രിക്കൻ വംശജനാണ് ഹിപ്പോപ്പ് കൾച്ചറൽ മൂവ്മെൻറ്റിൻ്റെ തുടക്കക്കാരൻ. DJ കൂൾ ഹെർഗ് എന്നാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേജ് നെയിം. തുടക്കം മുതലേ പൊളിറ്റിക്കൽ തന്നെയായിരുന്നു ഹിപ്പോപ്പ് പെർഫോമൻസുകൾ. വിവേചനത്തിനെതിരെയും അക്രമത്തിനെതിരെയുമായിരുന്നു അധിക പേരും വരികൾ എഴുതിയിരുന്നതും പാടിയിരുന്നതും. ബ്രേക്ക് ഡാൻസ്, ബീറ്റ് ബോക്സ്, ഗ്രാഫിറ്റി, DJ തുടങ്ങിയ നിരവധി ഘടകങ്ങൾ ഹിപ്പോപ്പിനുണ്ടെങ്കിലും റാപ്പ് തന്നെയാണ് ഹിപ്പോപ്പിൻ്റെ മുഖം. മൂർച്ചയോടെ ഉച്ചരിക്കുക എന്നതാണ് റാപ്പ് എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം. റാപ്പിൻ്റെ രാഷ്ട്രീയം മനസ്സിലാക്കി അതിലേക്ക് വന്ന ആർട്ടിസ്റ്റ് തന്നെയാണ് ഹിരൺദാസ് മുരളി എന്ന വേടൻ. കുട്ടിക്കാലത്ത് മീൻ പിടിക്കുന്നതിലുള്ള തൻ്റെ കഴിവ് കണ്ട് കൂട്ടുകാർ വിളിച്ച പേരായിരുന്നു വേടൻ എന്ന് വേടൻ തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. പിന്നീട് ആ വിളിപ്പേര് തന്നെ വേടൻ സ്റ്റേജ് നെയിമാക്കുകയായിരുന്നു. വേടൻ എന്ന വാക്കിനർത്ഥം വേട്ടക്കാരൻ എന്നാണ്. പക്ഷേ അവൻ പാടുന്നതും പെർഫോം ചെയ്യുന്നതും വേട്ടയാടപ്പെടുന്നവർക്ക് വേണ്ടിയാണ്. അഥവാ വാക്കുകൾ കൊണ്ട് അമ്പു ചെയ്യുന്നവനാണ് വേടൻ. ജാതിയുടെ പേരിൽ അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടിയാണ് വേടൻ്റെ വരികൾ ശബ്ദിക്കുന്നത്. കുട്ടിക്കാലത്ത് അവൻ അനുഭവിച്ച വിവേചനത്തിനും ജാതീയതയ്ക്കുമെതിരെയാണ് വേടൻ്റെ ഓരോ വരികളും കലാപം നടത്തുന്നത്. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ദലിത് സെറ്റിൽമെൻ്റായ സ്വപ്നഭൂമി എന്ന ഇടത്താണ് വേടൻ വളർന്നത്. അദൃശ്യ സമാനമായ ജീവിതമായിരുന്നു തങ്ങളുടെയെന്ന് ദ ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ വേടൻ പറയുന്നുണ്ട്. ഞാൻ ജീവിച്ചിരുന്ന സ്ഥലത്ത് ആകെ 10-15 ദലിത് കുടുംബങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ലഭിച്ചിരുന്നില്ല. ഞങ്ങൾ അദൃശ്യ സമാനമായാണ് ജീവിച്ചിരുന്നത്. 2020 വേടൻ ദ ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു. കോളനിക്ക് ചുറ്റുമുള്ള വയലുകളിലേക്ക് ഇറങ്ങാൻ പോലും ഉയർന്ന ജാതിക്കാർ അനുവദിച്ചിരുന്നില്ല എന്ന് വേടൻ പറയുന്നുണ്ട്. 2021 ദ ന്യൂസ് മിനിറ്റിന് നൽകിയ അഭിമുഖത്തിലാണ് വേടൻ ഇക്കാര്യം പറയുന്നത്. ഞങ്ങളുടെ കോളനി നെൽപ്പാടങ്ങളാൽ ചുറ്റപ്പെട്ടതാണ്. ഒരു ദിവസം പൊടുന്നനെ അതിൻ്റെ ഉടമകൾ ഉത്തരവിറക്കി. കോളനിയിൽ നിന്നുള്ള ആരും ഇനി മുതൽ പാടത്തേക്ക് ഇറങ്ങരുതെന്ന്.
വേടൻ ന്യൂസ് മിനിറ്റിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ തന്നെയാണ് വേടൻ എന്ന റാപ്പറെ രൂപപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെയാണ് അവൻ്റെ വാക്കുകൾക്കും വരികൾക്കും ഇത്രമേൽ മൂർച്ച. വേടൻ്റെ പാട്ടുകളിലെ പൊളിറ്റിക്സും ഫിലോസഫികളും പല ലെയറുകളായി ചർച്ച ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ പോയിന്റുകളായി അവ നമുക്ക് ചർച്ച ചെയ്യാം. വേടൻ്റെ പാട്ടുകൾ ശ്രദ്ധിക്കുന്ന ഏതൊരാൾക്കും അറിയാം, ജാതി വിരുദ്ധത തന്നെയാണ് ആ പാട്ടുകളുടെ പ്രത്യക്ഷ രാഷ്ട്രീയമെന്ന്. 2020 വേടൻ്റെ ആദ്യ പാട്ടായ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന പാട്ട് ജാതിവിരുദ്ധ രാഷ്ട്രീയം ഉച്ചത്തിൽ പറയുന്ന പാട്ടാണ്. തമിഴ്നാട്ടിൽ കാസ്റ്റ്ലെസ് കളക്റ്റീവ് എന്ന ബാൻഡ് ഉണ്ടാക്കിയ അതേ ഉണർവ് തന്നെയാണ് വേടൻ ആദ്യ പാട്ടുകൊണ്ട് കേരളത്തിൽ ഉണ്ടാക്കിയത്. കേവലം ഉപരിവിപ്ലവമായ വേദനകളെ തലോടുന്നതല്ല വേടൻ്റെ ആദ്യ പാട്ടിലെ വരികൾ. അത് ഒരു ജനതയാകെ അനുഭവിച്ച വിവേചനത്തിൻ്റെ, നോവിൻ്റെ സാക്ഷ്യപ്പെടുത്തലാണ്. ആ വരികൾ ജാതി ശ്രേണീകരണത്തെ മഹത്വവൽക്കരിച്ച വേദപാരമ്പര്യത്തിനെതിരെയുള്ള കലഹങ്ങളാണ്. പിറന്ന മണ്ണിൽ അന്യനാക്കപ്പെടുന്നവൻ്റെ ഒറ്റപ്പെടലിൻ്റെ നോവാണ്. അത് ഇനിയും അടിമയാകാൻ തയ്യാറല്ലാത്തവൻ്റെ യുദ്ധ പ്രഖ്യാപനമാണ്. ഒരു മഹത്തായ വിപ്ലവത്തിൻ്റെ നാമ്പാണ്. അദൃശ്യമായി പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ജാതീയതയുടെ അടിവേരി നോക്കിയുള്ള വെട്ടാണ്. വോയിസ് ഓഫ് വോയിസ്ലെസ് മാത്രമല്ല, പിന്നീട് വന്ന വേടൻ്റെ ഓരോ പാട്ടും പ്രത്യക്ഷമായോ പരോക്ഷമായോ ജാതീയതയ്ക്കെതിരെയുള്ള പോർവിളിയാണ്. അങ്ങനെ ഒരുപാട് മാനങ്ങളുള്ള റാപ്പിൻ്റെ രാഷ്ട്രീയ മുഖമായി മാറുകയാണ് വേടൻ എന്ന ഹിരൺദാസ് മുരളി. വേടൻ കേവലം വാക്കുകൾ ചേർത്ത് വെക്കുകയല്ല ചെയ്യുന്നതെന്ന് നാം മുകളിൽ പറഞ്ഞല്ലോ. ജാതി, മതം, ക്ലാസ്, ദേശം തുടങ്ങിയ എല്ലാ അതിർവരമ്പുകൾക്കും മുകളിൽ മനുഷ്യത്വത്തെയും സാഹോദര്യത്തെയും പ്രതിഷ്ഠിക്കുകയാണ് വേടൻ തൻ്റെ പാട്ടിലൂടെ ചെയ്യുന്നത്. ആ പ്രതിഷ്ഠ അരികുവൽക്കപ്പെട്ടവരുടെ ശബ്ദത്തിലാണെന്ന് മാത്രം. അന്നന്നത്തെ അന്നത്തിനു വേണ്ടി മണ്ണിൽ പണിയെടുക്കുന്ന സാധാരണക്കാരൻ്റെ കാഴ്ചയിലൂടെയാണ് വേടൻ തൻ്റെ മാനവിക രാഷ്ട്രീയം പറയുന്നത്. ഒരുപാട് അർത്ഥങ്ങളുള്ള വരികളാണ് ഇത്. വേടൻ്റെ ജീവിത വിജയം, ഒരു സാധാരണക്കാരന് എത്താൻ കഴിയുന്ന ഉയരം, സ്വന്തത്തിലുള്ള വിശ്വാസം, സ്വപ്നത്തിനു വേണ്ടിയുള്ള അധ്വാനം തുടങ്ങിയ ഒരുപാട് തലങ്ങളിൽ ഈ വരികളെ വ്യാഖ്യാനിക്കാം. പക്ഷേ അതെല്ലാം ഒരു സാധാരണക്കാരൻ്റെ കണ്ണിലൂടെ മാത്രമേ കഴിയൂ. വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന ഒറ്റ പ്രയോഗം കൊണ്ട് ബാക്കി എല്ലാ തലങ്ങളും വേടൻ ഇതിലേക്ക് ലോക്ക് ചെയ്തു. ഭൂമി ഞാൻ വാഴുന്നിടം എന്ന പാട്ടിൽ ലോകത്താകമാനം അരികുവൽക്കരിക്കപ്പെട്ടവർക്കു വേണ്ടിയും അവരുടെ ശബ്ദമായും വേടൻ പാടുന്നുണ്ട്. ആമസോൺ വീര നിന്നുടെ മാറുതുള്ളന്നതിൽ കാടുകരഞ്ഞു. ആഫ്രിക്കൻ പോർക്കളങ്ങളിൽ ആൺമകനുയിരിനായി അമ്മ കരഞ്ഞു. ആർട്ടിക്കിൽ പനിമലയുരുകി കടലു നിറഞ്ഞതിൽ കരകൾ മറഞ്ഞു. ന്യൂയോർക്കിൽ മണ്ണിൻ മകനിൻ മൂച്ചു നിലച്ചതിൽ പോര് നടന്നു. ഫലസ്തീൻ പല നൂറായി പലായനം ഒരു പതിവായി മാറി. ചീന നിൻ ചെങ്കൊടി താഴെ ഖുറാനെരിഞ്ഞതിൽ മണം പരന്നു. മലാക്കിൻ കണ്ണീർ വീണതിൽ എന്നെ പെറ്റതായി ഭൂമി കരഞ്ഞു. ബൊല്ലാഗ്നി പാടാ പാട്ടുകൾ ആറടി മണ്ണിൽ കാതു തിരഞ്ഞു. ആസിഫെ നിരയുടയ്ക്കുവാൻ ഭഗവാൻ പോലും കാവലിരുന്നു. ഐലന്നിൻ കുഞ്ഞിക്കാലുകൾ കണ്ണീർ കടലിൻ ആഴമളന്നു. ഐലന്നിൻ കുഞ്ഞിക്കാലുകൾ കണ്ണീർ കടലിൻ ആഴമളന്നു. ഐലന്നിൻ കുഞ്ഞിക്കാലുകൾ കണ്ണീർ കടലിൻ ആഴമളന്നു. ഒറ്റ വരി കൊണ്ട് ലോകത്താകമാനമുള്ള അടിച്ചമർത്തലുകൾക്കെതിരെയും അരികുവൽക്കരണത്തിനെതിരെയും പോർവിളി നടത്തുകയാണ് വേടൻ. ഫലസ്തീൻ, സിറിയ, കോങ്കോ, സൊമാലിയ, മ്യാൻമർ, കൊറിയ തുടങ്ങി ലോകത്തിൻ്റെ കണ്ണീർ പാടുകളായ എല്ലാ പ്രശ്നങ്ങളും ഭൂപ്രദേശങ്ങളും ഈ പാട്ടിലൂടെ വേടൻ ചർച്ചയ്ക്ക് വെക്കുന്നുണ്ട്. ഞാൻ വാഴുന്ന ഭൂമി അനുദിനം നരകമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പരിതപിച്ചാണ് വേടൻ ഈ റാപ്പ് അവസാനിപ്പിക്കുന്നത്. വേടനെ ജാതി ഭീകരവാദി എന്നാണ് ഒരു സംഘപരിവാർ നേതാവ് ഈ അടുത്ത് വിളിച്ചത്. വേടൻ ജാതീയതയ്ക്കെതിരെ പാടിയത് കൊണ്ടാണത്. വേടൻ ജാതീയതയ്ക്കെതിരെ മാത്രമല്ല പാടുന്നത്, അടിച്ചമർത്തപ്പെടുന്നവർക്ക് വേണ്ടിയാണ് വേടൻ ശബ്ദിക്കുന്നത്. ലോകത്താകമാനം നടക്കുന്ന വിവേചനത്തിനും
അടിച്ചമർത്തലിനുമെതിരെ മുഷ്ടി ചുരുട്ടുന്നവയാണ് വേടൻ്റെ വരികൾ. ഭൂമി ഞാൻ വാഴുന്നിടം എന്ന പാട്ട് തന്നെയാണ് അതിന് ഉദാഹരണം. വേടൻ്റെ ഏറ്റവും പുതിയ പാട്ടായ മോണലോവയും അതിർത്തികൾക്കപ്പുറമുള്ള രാഷ്ട്രീയ വരികൾ പേറുന്ന പാട്ടാണ്. പ്രണയമാണ് പറയുന്നതെങ്കിലും ആ പ്രണയം പറയുന്ന ഭാഷയായി വേടൻ തിരഞ്ഞെടുത്തത് ലോക രാഷ്ട്രീയ സംഭവങ്ങളും വസ്തുതകളുമാണ്. ഒരാൾ അത്രയ്ക്കും പൊളിറ്റിക്കൽ ആകുമ്പോൾ മാത്രമാണ് പ്രണയം പോലും രാഷ്ട്രീയപരമായി പറയാൻ കഴിയുകയുള്ളൂ. ആഗോള രാഷ്ട്രീയ നരേറ്റീവുകളുമായുള്ള വേടൻ്റെ ഈ എൻഗേജ്മെൻ്റ് തന്നെയാണ് അവനെ മലയാളത്തിലെ മറ്റു റാപ്പർമാരിൽ നിന്ന് വേറിട്ടു നിർത്തുന്നത്. വേടൻ്റെ ഇത്തരം വരികൾ കൊണ്ട് രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഇവിടുത്തെ ജാതീയതയെ ലോകത്താകമാനമുള്ള വിവേചനമായും വംശീയതയുമായും താരതമ്യപ്പെടുത്തുകയും അതിലൂടെ അതിനെതിരെയുള്ള പോരാട്ടങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. കൂടാതെ പ്രതിഷേധ സംഗീതത്തിൻ്റെ ആഗോള രാഷ്ട്രീയവുമായി നമ്മുടെ നാട്ടിലെ പോരാട്ടങ്ങളെ സമന്വയിപ്പിക്കുന്നു. വേടൻ നിന്ന് കേരളക്കരയിൽ ഉണ്ടാക്കിയ സ്വാധീനത്തിൻ്റെ പ്രധാന കാരണം വേടൻ്റെ മൂർച്ചയുള്ള വരികൾ തന്നെയാണ്. എന്നാൽ കേവലം കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളുടെ ചേർത്തുവെക്കലല്ല വേടൻ്റെ വരികൾ. അവൻ വിശ്വസിക്കുന്ന ഫിലോസഫിയുടെ രാഷ്ട്രീയത്തിൻ്റെ ഉൾക്കാമ്പാണ് അവൻ്റെ വരികൾ. വേടൻ്റെ വരികളിലെ പ്രധാന ഫിലോസഫി ഡോക്ടർ BR അംബേദ്കർ മുന്നോട്ട് വെക്കുന്ന അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് അഥവാ ജാതി ഉന്മൂലനം തന്നെയാണ്. ഈ ഫിലോസഫി ഒരുപക്ഷെ അവൻ്റെ അനുഭവങ്ങളിൽ നിന്ന് തന്നെ ഉയർത്തതാകാം. ഞാൻ തന്നെയാണ് എൻ്റെ ഇൻസ്പിറേഷൻ എന്ന് ഒരു അഭിമുഖത്തിൽ വേടൻ പറയുന്നുണ്ട്. അംബേദ്കറുടെ എഴുത്തുകളിലെ വരികൾക്കിടയിൽ നിന്നും ഈ ഒരു ആശയം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. തൻ്റെ ആദ്യ പാട്ടിൻ്റെ പേരായ വോയിസ് ഓഫ് വോയിസ്ലെസ് തന്നെയാണ് വേടൻ്റെ കോർ ഐഡിയ. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാകുക. ആ ദൗത്യം തിരിച്ചറിഞ്ഞവനാണ് വേടൻ. കേഴാതെ കെഞ്ചാതെ അവകാശങ്ങൾക്ക് വേണ്ടി നട്ടെല്ലിൽ നിവർന്നു നിന്ന് ചോദിക്കുക. ഫ്രം വിക്ടിം ടു പവർ. അംബേദ്കറേറ്റ് രാഷ്ട്രീയത്തിൻ്റെ ആകെത്തുകയും ഇതുതന്നെയാണ്. മലയാളം റാപ്പിനെ വാക്കുകൾ കൊണ്ടുള്ള ആയുധമായാണ് വേടൻ ഉപയോഗിക്കുന്നത്. കവിത നിറച്ച വാക്കുകൾ കൊണ്ടാണ് വേടൻ വേട്ടക്കിറങ്ങുന്നത്. കൊള്ളുന്നവർക്ക് കൊള്ളും, പൊള്ളുന്നവർക്ക് പൊള്ളും. പക്ഷേ വേടൻ വേട്ട നിർത്തുമെന്ന് തോന്നുന്നില്ല. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്താണ് വേടൻ്റെ പാട്ടുകളെക്കുറിച്ചും ഈ വീഡിയോയെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. നന്ദി.